നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെയും പ്രശ്നമാണ് ഫിസിക്സ്. ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യലാണ് അധിക കുട്ടികളും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യം. ഇനി നീറ്റ് എക്സാമിന് 2 മാസവും ഒരാഴ്ചയാണ് മുന്നിലുള്ളത്. എങ്ങനെയാണ് ഫിസിക്സിനെ ഇനി അഭിമുഖീകരിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ മെജോറിറ്റി കുട്ടികളും ഒരു ഫോർമുല ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടാവുന്നതാണ്. ഇഫ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോർമുല ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു 100 പേജസ് ബുക്ക് എടുത്തിട്ട് ഓരോ ചാപ്റ്ററിലെയും ഫിസിക്സിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട്, അതായത് ഒരു ചാപ്റ്ററിൽ ഒരു പേജിൽ തന്നെ ഇക്വേഷൻസ് ഒക്കെ ഒതുക്കണ രീതിക്ക് മാക്സിമം കൺസൈസ്ഡ് ആയിട്ട് എന്നാൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസും ഉൾപ്പെടുത്തുന്ന രീതിക്ക് ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കലാണ്. ആൻഡ് ഡെയിലി ഒരു രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കണ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിൽ ഈ ഫോർമുല ബുക്കിലുള്ള ഫോർമുലാസ് ഒക്കെ എന്നും ഇരുന്ന് റിവൈസ് ചെയ്യുക. അതൊരു മസ്റ്റ് ഡു തിങ് ആണ്. ഞാനും അതുപോലെ തന്നെ നീറ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരുപാട് ടോപ്പേഴ്സും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫോർമുല ബുക്ക് ഉണ്ടാക്കിയിട്ട് അത് ഇന്നും രാവിലെ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഫോർമുലാസ് നീറ്റിന് വേണ്ടി പഠിക്കാനുണ്ട്. അത് നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഇതിലെ ഏത് ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പൊ എല്ലാവരും ഇത് ചെയ്യാം. അടുത്ത കാര്യം, നമുക്ക് ആദ്യം പഠിച്ചതുപോലെയല്ല ഇനി പഠിക്കേണ്ടത്. ആദ്യം നമുക്കൊരു നീറ്റ് എക്സാമിന് 10-12 മാസമൊക്കെ മുന്നിലുണ്ടായിരുന്നു. സോ ക്ലാസ്സസ് ഒക്കെ കണ്ട് വേണമെങ്കിൽ നോട്ടൊക്കെ വായിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ കുറെ സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം തന്നെ ഇനി എല്ലാവരും റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോർമുല ബുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നോട്ട്സും ജസ്റ്റ് ഒരു അരമണിക്കൂറിലൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം, ഞാനൊന്നും അങ്ങനെ നോട്ട് വായിക്കാൻ പോയിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് നോട്ട് വായിക്കൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ നോട്ടൊന്ന് ഓടിച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാം. ഒരു ചാപ്റ്ററിന് ഈ സമയത്ത് മിനിമം നിങ്ങൾ ഫിസിക്സിൽ ഒരു ചാപ്റ്ററിന് ഒരു 150 to 200 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ സമയം തന്നെ ചെയ്യാൻ നോക്കുക. അതും ഒരിക്കലും ആൻസർ കീ നോക്കി ഒരു നിങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ എഴുതലല്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുക, അത് സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ നോക്കാം. ആൻഡ് നിങ്ങൾക്ക് ആൻസർ കീ നോക്കാം, രണ്ടും മാച്ചിങ് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ഇഫ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണ്, ആ ചാപ്റ്ററിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ എഗെയിൻ ചാപ്റ്റർ എടുത്ത് നോക്കുക. ഒന്ന് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഒക്കെ ഒന്ന് പോയി റീവിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്ത കൺസെപ്റ്റ്സ് ഒക്കെ വേഗം തന്നെ ക്ലിയർ ആക്കാൻ നോക്കുക. ആ ഒരു രീതിക്കായിരുന്നു ഞാൻ ഫിസിക്സ് ലാസ്റ്റ് മൊമെന്റിലൊക്കെ പഠിച്ചിരുന്നത്. അതായത് നോട്ട് നോക്കി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യലായിരുന്നില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്ച്വൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരികയാണെങ്കിൽ അപ്പം തന്നെ ചാപ്റ്റർ എടുക്കുക, പോയി റിവിസിറ്റ് ചെയ്യുക, ആ ഭാഗം ക്ലിയർ ആക്കുക. അങ്ങനെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് എക്സാമിൽ ഫിസിക്സിൽ എന്തായാലും ഒരു 140+ മാർക്സ് ഒക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക. ഫിസിക്സിന് നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം മാർക്സ് സ്കോർ ചെയ്യുക. കാരണം ഫിസിക്സിന്റെ മാർക്സ് ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ. സോ ഓൾ ദി ബെസ്റ്റ്.